ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോ കേൾക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇതൊരു പ്രാവിൻ്റെ വീഡിയോ തന്നെയാണ്. അടുത്തോടെ നമുക്ക് വെറൈറ്റി പിടിക്കാം. വേറൊന്നുമല്ല, നിങ്ങളെ പ്രാവ് പറന്ന് പോയവരാണെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഫുൾ വീഡിയോ കാണാം. എന്താ വെച്ചാൽ നമ്മൾ പ്രാവ് പറന്ന് പോയി ഇനി തിരിച്ച് വരുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പറയുന്ന 4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണാം. അപ്പോൾ 4 കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കുറേ കാണുന്നുണ്ട്. പഠിച്ചോ ലൈക്ക് ചെയ്യുന്ന ഒരു കാഫ്യത്തോട് ദീർഘായുസ് സമ്പത്തൊക്കെ കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോക്ക് പോകാം. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂസ് ആൻഡ് വ്ളോഗ്സ്. അതിൽ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ പ്രാവുമായിട്ട് നല്ല ഇണക്കമാണ്, അതോ കൂടൊക്കെ ആയിട്ട് നല്ല ഇണക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട, എന്തായാലും തിരിച്ചു വന്നിരിക്കും. ചിലപ്പോൾ ചില പ്രാവുകളൊക്കെ കൂട്ടത്തോടെ പോയിരിക്കും, ചിലപ്പോൾ വല്ല പൂച്ചൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ പേടിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവാം. അപ്പോൾ നല്ല രീതിയിൽ ഇണക്കുവാണ്, വീടും കൂടും നമ്മളൊക്കെ നല്ല ഇണക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 100-95% അത് തിരിച്ചു വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കൂട് ഇതേപോലെ വെളിയിലാണ്, ഓക്കെ, കൂട് കുറെ ഇട്ട് പഴക്കിയതാണെന്നുണ്ടെങ്കിലും അത് വരും. എന്ന് വെച്ചാൽ പറക്കുമ്പോൾ ഇങ്ങനെ അറിയും. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ പോയി ആരെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു വിടുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തും. എനിക്കൊരു അനുഭവം ഉണ്ട്. അത് മുമ്പ് ഇതേപോലെ നമ്മുടെ പ്രാവ് പോയിട്ട് തിരിച്ചു വന്നൊരു ചരിത്രമെന്ന് വെച്ചാൽ ഒന്നൊന്നുമല്ല, അതിന്റെ കുട്ടി അവിടെ മുട്ട വിരിഞ്ഞ ഒരു കുട്ടിനെയും കൂട്ടിയിട്ട് നമ്മുടെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിപ്പി പറഞ്ഞൊരു പ്രാവ് ഉണ്ടായിരുന്നു നേരത്തെ, ഹിപ്പിയൊക്കെയുള്ളൊരു സാധനം. അപ്പോൾ നമ്മളെ പേജ് കയറി നോക്കി അറിയാൻ പറ്റും. ആ പ്രാവ് അതുകളുടെ കുട്ടിനെയും കൂടിയിട്ടാണ് നമ്മുടെ ഇവിടേക്ക് വന്നത്. അത്രയ്ക്കും ഒരു ഇതുണ്ട്. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി എന്ന് വിചാരിച്ചു വേറെ പ്രാവൊക്കെ വാങ്ങി ഇട്ടായിരുന്നു. പക്ഷെ അത് 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അതും 4-5 ഒക്കെ ആയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോ അതെന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ ടൈമിങ്ങിന് പ്രാവിനെ തീറ്റ കൊടുക്കുന്നതാണെങ്കിൽ പേടിക്കണ്ട. ആ ടൈമിങ്ങിന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ദിവസം കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ രാവിലെ കൊടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ടൈമിൽ ചിലപ്പോൾ താഴെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഏതെങ്കിലും ടൈമിൽ ചിലപ്പോൾ ഇത് വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രാവ് ഒറ്റയ്ക്കാണ് പോവുക, അഥവാ അതിന്റെ പെയറിനെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്കാണ് നാട് വിട്ടുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ 1-2 ദിവസത്തിൽ തിരിച്ചു വരും. നിങ്ങൾ കൺഫേം ആക്കുക, പോയതാണോ എന്തെങ്കിലും പിടിച്ചതാണോ എന്ന് കൺഫേം ആക്കുക. എനിക്കൊരു ദിവസം ഇങ്ങനെ തെറ്റുപോയിട്ടുണ്ട്. പ്രാവ് പിടിച്ചിട്ട് ഞാൻ കുറെ കാത്തിരുന്ന്, പിന്നെയാണ് മനസ്സിലായത് എന്റെ ചിറകൊക്കെ അപ്പുറത്ത് ഇറക്കണ്ടായിരുന്നു, പിടിച്ചിട്ട് പോയതാണ്. അപ്പോൾ പേരെ കൊണ്ടുപോയി ഒറ്റയ്ക്കൊക്കെ പോയതാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള നല്ല രീതിയിലുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺഫേം ആക്കട്ടാ. ഓക്കെ, നമ്മളെ നിലവിലുള്ള 3 പ്രാവിനും 3 ഇരട്ടകൾ എന്ന് പറഞ്ഞ അവസ്ഥകളിൽ എല്ലാം ഒരേപോലെ ഉണ്ട്. അമ്പലപ്രാവല്ല, മാടമ്പ്രാവല്ല, ഇത് ശരിക്കും നാടൻപ്രാവാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.